ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തി വറ്റിച്ചത് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങളാണ് ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മത്തി നന്നായി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടുകൊണ്ട് നന്നായി കട്ടുടച്ച് ഇളക്കി വെക്കണം കേട്ടോ. ഇളക്കുന്നത് നന്നായിട്ട് ഇതൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനും ഒക്കെ അനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. നല്ല ടേസ്റ്റാട്ടോ ഗൈസ്. നമുക്കിങ്ങനെ പൊരിച്ച് ഇതിങ്ങനെ ഇതിങ്ങനെ വറ്റിച്ച് നല്ലോണം വറ്റിച്ച് ഇങ്ങനെ പൊരിച്ച പോലെ കിട്ടും. ഞാനതങ്ങനെ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇച്ചിരി നല്ലോണം വറ്റിച്ച് ഒരു ഇതാക്കിയിട്ടുള്ളൂ. എനിക്കിവിടെ അങ്ങനെ കറി പോലെ വേണം കുറച്ച്, അതുകൊണ്ട് അങ്ങനെ ആക്കിയത്. ഇതിനി നല്ലോണം കെട്ടടിച്ച് ഇളക്കിയിട്ട് ഇങ്ങനെ തിളച്ച് വരാനാവുമ്പോൾ നല്ലോണം ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ചെറുള്ളി ഇട്ടുകൊണ്ട് ഇളക്കണം. കറിവേപ്പില ഇടണം. ഇതിൻ്റെ കൂടെ ഇത് നന്നായി ഇളക്കി ഇങ്ങനെ നന്നായി തിളച്ച് വരണം. നന്നായി ഇളക്കി തിളച്ച് വരണം. ഇതിങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ കറിവേപ്പില ഇടണം. നന്നായി ഒന്ന് മിക്സാക്കി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. നന്നായി ഒന്ന് മൂത്ത് വരണം. മസാലപ്പൊടികളും ഉള്ളിൻ്റെയൊക്കെ പച്ചച്ചൊവയൊക്കെ മാറി നന്നായി മൂത്ത് വെന്ത് വരണം. വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പിട്ട് നന്നായി ഉപ്പിട്ടൊന്നും കൂടി പെട്ടെന്ന് വഴഞ്ഞ് വരും. എന്നിട്ട് പുളി വെള്ളത്തിലിട്ട് നമ്മൾ പിഴിഞ്ഞ് പുളിവെള്ളം അതൊക്കെ നമ്മൾ പാകത്തിന് ഓരോരുത്തർക്കും ഓരോ പുളിയും എരിവൊക്കെ ഓരോ ഇതിലാണല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇട്ട് നന്നായി എന്താ പറയുക തിളച്ച് വരണം. നന്നായി തിളച്ചൊന്ന് കുറുക്കി വരണം. നന്നായി തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മത്തി ഇങ്ങനെ എടുത്ത് നല്ല നിരത്തിങ്ങനെ വെക്കാം. ഒന്നിന് മേലെ ഒന്നൊന്ന് വെക്കരുത്, ഇങ്ങനെ നിരത്തി ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നന്നായി തിളക്കണം. തിളച്ചിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മസാലയൊക്കെ എടുത്തുകൊണ്ടൊന്ന് അതിൻ്റെ മുകളിലൊക്കെ ഇട്ടൊന്ന് ഒന്ന് നന്നായി ചുറ്റിച്ചെടുത്താൽ മതി. മത്തിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇതൊക്കെ ഒന്ന് വറ്റി വരുവോളം വേവിച്ച് ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ വെക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മത്തി വറ്റിച്ചൊക്കെ റെഡി.